ഞാനൊരു കാര്യം കാണിച്ചു നോക്കാനാ. അന്തുവിൻ്റെ പഴയ ഫോട്ടോ ആണ് കേട്ടോ. ജനിച്ച് ഒരു അധികം ആയിട്ടില്ല ആ സമയത്ത്. അപ്പൊ ഈ കാല് അതിൽ കാണാം. ഈ കാല് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേ ഇത് കാണിച്ചിട്ടില്ല. ഈ കാലുണ്ടല്ലോ, ഈ കാലിങ്ങനെ മടങ്ങിയിട്ടായിരുന്നു ജനിച്ചപ്പോൾ. പിന്നെ സർജറി ഒക്കെ ചെയ്തിട്ടാണ് ഈ കാലിങ്ങനെ നേരെ വന്നേ. അവർ നടക്കുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സർജറി ചെയ്തും നേരെ വന്നതും. പാലക്കാട് തങ്ക ഹോസ്പിറ്റലിൽ ആ ഡോക്ടർ നടക്കും, തിരിച്ച് എരിവുണ്ടെങ്കിൽ നടക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സർജറി ചെയ്തു. അവൻ തന്നെയല്ലേ സർജറി ചെയ്തിട്ട് ഞങ്ങൾ കാല് നേരെയാക്കി. പക്ഷെ ഒരു ഗുണം ഉണ്ടായില്ല. നമ്മുടെ കാശ് പോയത് മാത്രമല്ല, കൊച്ചു കുറേ വേദന തിന്നു പാവം. ഇല്ലി സാറോ എന്ന് പറഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റാണ്. ഈ കമ്പി അങ്ങോട്ട് കൊളുത്തില്ല പറയുമ്പോഴേ പേടിയാ. അപ്പോൾ ഇതേ ഫോട്ടോ തന്നെയാണ് ഇതും. പക്ഷെ ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇരുത്തിയത്. അപ്പോൾ പിന്നീട് ഞാൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ അത് ക്യാമറയുടെ ട്രിക്ക് കൊണ്ട് അവൻ ശരിക്കും ഇരിക്കണ പോലെ. ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ സുഖമാണ്. പക്ഷെ ഇങ്ങനെയൊന്നും ഇരിക്കില്ല അവൻ. ഇതിപ്പോൾ അവർ അവരുടെ ക്യാമറയിൽ എന്താ ചെയ്തിട്ട് ഞാൻ പിടിച്ചിട്ടാണ് അവർ ഇരിക്കുന്നത്. അതെ, ചെറിയ കുട്ടിയുടെ മുഖമല്ലേ ഇത്. നല്ല സുന്ദരി കുട്ടിയല്ലേ. മുഖം കണ്ട കാണിച്ചാൽ ആൾക്കാർക്ക് ക്ലോസപ്പ് ആയിട്ട് കാണിക്കുന്നത്. നല്ല സുന്ദരി മോനല്ലേ, അടിപൊളി മോൻ. ഇതാണ്, അത് തന്നെയാണ് ഫോട്ടോ ഇട്ട. അതായത് കുറച്ചും കൂടി വലുതായിട്ടാണ്. നേരത്തെ കാണിച്ചതിനായിട്ട് ഇത്തിരി കൂടി വലുതായിട്ടാണ് അന്തുമോൻ. ഇതിപ്പോൾ എൻ്റെ ഫയൽ ഞാനിങ്ങനെ എടുത്തപ്പോഴേ വേറെ ആവശ്യത്തിന് എടുത്തപ്പോൾ അതിലിങ്ങനെ ഈ ഫോട്ടോ കണ്ടപ്പോൾ ഒന്ന് എല്ലാവരും കാണിക്കാൻ വിചാരിച്ചു അതിൻ്റെ ഫോട്ടോ. നോക്കട്ടെ ഏത് ഫോട്ടോ ഇതാ? ചെറിയ മുഖന്റെ ഇപ്പത്തെ മുഖം എന്ത് വ്യത്യാസ. ഏതാ ഇഷ്ടമായി? ഇത് അന്തുനും എടുത്തു. ഇതിലാണെങ്കിൽ സുന്ദരനാ, സുന്ദരൻ സുന്ദരനു സൂര്യനു അല്ലേ? അങ്ങനെ ഒരു പാട്ട്. നന്ദു വന്നില്ലയോ? നന്ദു തന്നെ ഇപ്പൊ വരിക. നന്ദു ഭക്ഷണം കഴിച്ചിട്ടേ വരുള്ളൂ. ഒന്നാമതാണ് തുമ്പിക്ക്. നമ്മുടെ തുമ്പിയിൽ വരാറില്ലേ, തുമ്പിക്ക് നല്ല തണ്ടിൽ വേദന. ചെറിയ കുട്ടി അത്ര പിടിക്കും തണ്ടിൽ വേദനയായി. അപ്പോൾ 3 ദിവസം കിടന്ന കിടപ്പ്, ഒന്നും ചെയ്യാൻ പാടില്ല. കിടന്ന കിടപ്പ് കിടക്കാൻ പറഞ്ഞിട്ടുണ്ട്. സ്കൂളിൽ പോകാൻ പാടില്ല. അപ്പോൾ അവൻ നന്ദു ആയിരിക്കും അമ്മേനെ സഹായിക്കണേ. അതാണ് നന്ദു വരാൻ വൈകണേ. നന്ദു ട്യൂഷന് വന്നിട്ട് ആൺകുട്ടികൾ പണി ചെയ്യാൻ പാടില്ലെന്നില്ല. പണ്ട് എന്തൊരു മെഴുതുണ്ട് മുഖത്ത്. അവൻ്റെ വെളിച്ചെണ്ണയുടെ ഒരു മയം, നല്ല മെഴുക്കുമയ കൈമ. ടിഷ്യൂ പേപ്പർ വെച്ച് തുടക്കണം. നോക്ക് സിന്ധു, കൈ തുടച്ചപ്പോ എന്താ പറയാ, മെഴുക്കുമയം എന്തുണ്ട് മുഖത്ത്. ഭയങ്കര ഓയിലി സ്കിന്നായി കുട്ടിയുടെ. ഇതേ മുഖത്ത് ഞാൻ വെളിച്ചെണ്ണ തേപ്പിക്കുന്നൊന്നല്ല കേട്ടോ. ഞാൻ ടിഷ്യൂ പേപ്പർ എടുത്ത് തുടക്കി കഴുകണം. അപ്പോൾ ആൺകുട്ടികൾക്കും ഇന്നത്തെ കാലത്ത് ആൺകുട്ടികളൊക്കെ അല്ല, ഇന്നത്തെ കാലത്ത് ചെയ്യോ ജപിക്ക് ശംശി. ഞാനതാ മിണ്ടാണ്ടിന്ന്. ശിവൻ ചെയ്യൂട്ടോ. അവനെല്ലാം ചെയ്ത് കൊടുക്കും. അടിച്ചു വരാനും തുടയ്ക്കാനും വിളക്ക് വയ്ക്കാനും വാഷിംഗ് മെഷീനിൽ തുണി കഴുകാനും ഒക്കെ അമ്മേനെ സഹായിക്കും. അപ്പോൾ തുമ്പി മോൾക്ക് വയ്യാത്ത കാരണം നന്ദുമോന് കുറച്ച് പണി കൂടിയിട്ടുണ്ടാവും. പോരാത്തിന് 10ലാണേ. അപ്പോൾ കുറച്ച് പഠിക്കും വേണ്ടേ. ട്യൂഷൻ തന്നെ വരാൻ വൈകണമെന്നൊക്കെ പറയുന്നുണ്ട്. ട്യൂഷൻ ഞങ്ങളുടെ വീട് തൊട്ടടുത്ത് തന്നെ. അപ്പോൾ ചീത്ത പറഞ്ഞ് വൈകിട്ടെന്ന് പറയാൻ കേട്ടു. സ്പെഷ്യൽ ക്ലാസ് തുടങ്ങുകയാണേ. അപ്പൊ അതായത് ബുദ്ധിമുട്ടാണ്. ഈ ഫോട്ടോ സൂക്ഷിച്ചു വെച്ചാൽ അത് നല്ലതാണ്. കാരണം കുട്ടികൾ പിന്നെ നമ്മുടെ സ്വന്തം തുണികൾ കഴുകാനും ചെറുതായിട്ട് വീട്ടിലത്തെ പണികൾ ചെയ്യാനും ചെറുതായിട്ട് എന്താ പറയുക ഫുഡ് പ്രിപ്പയർ ചെയ്യാനും പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് നാളെ 10ാം ക്ലാസ്സോ +2 കഴിഞ്ഞിട്ട് ഒരു ഹയർ സ്റ്റഡീസിന് എവിടെയെങ്കിലും ഹോസ്റ്റലിലൊക്കെ പോയി നിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. കുറച്ച് കുട്ടികളൊക്കെ കൂടി എടുത്തൊരു വീട് എടുത്ത് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിക്കാലോ. അപ്പൊ ഈ ഹോട്ടൽ ഭക്ഷണം കഴിക്കും വേണ്ട, ഒന്നും വേണ്ട. അപ്പു വന്നു. അപ്പനോടൊന്നും വരാൻ പറയും. പിന്നെ അതല്ല, അത് ഗണപതി ഹോമത്തിന്റെ പ്രസാദം അമ്പലത്തിൽ നിന്ന് ഗണപതി ഹോമത്തിന്റെ പ്രസാദം കിട്ടിയിട്ടുണ്ട്. 5 കൊണ്ട് പറയും ഇവിടെ ആരും ഇല്ല കഴിച്ചോട്ടെ ഞങ്ങള്. ഇനി ബാക്കിയുള്ള അവള് കൊണ്ട് പോട്ടെ. അപ്പോ ആരുടെ ഫോൺ? അല്ല, സ്പൂണല്ലേ, നാളെ കൊടുത്താലും മതി. അപ്പം ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. അല്ല, ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ കുട്ടികൾ സ്വയം പര്യാപ്തത നേടേണ്ടത് എപ്പോഴും ആവശ്യമാണ്. ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും. അവർക്ക് ഹോസ്റ്റലിലൊക്കെ പോകുമ്പോൾ നല്ലതാണ് തുണി കഴുകാനും ഒക്കെ ആയിട്ട്. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.